കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യം വിട്ട യുക്രൈൻകാർ ഇനി സംഘർഷം അവസാനിച്ചാലും നാട്ടിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നാഷണൽ യൂണിറ്റിയുടെ മിനിസ്റ്റർ അലക്സി ചെർണിഷോവിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംഘർഷം രൂക്ഷമായി 3 വർഷത്തിനിടെ 5 മില്യണിലധികം യുക്രൈൻകാരാണ് വിദേശകാലത്ത് താമസിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ ജനസംഖ്യാപരമായ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും നിർബന്ധിത സൈനിക സേവനം വർദ്ധിപ്പിക്കുന്നതിനും ഒരു സംഘർഷാനന്തര പുനർനിർമ്മാണത്തിനായി മനുഷ്യ വിഭവശേഷി സൃഷ്ടിക്കുന്നതിനും യുക്രൈനിൽ പോയവരെ തിരികെ കൊണ്ടുവരാൻ ആവുന്നതും ശ്രമിക്കുന്നുണ്ട് താനും. യുദ്ധാനന്തര വീണ്ടെടുക്കലിനും 10 വർഷത്തിനുള്ളിൽ യുക്രൈന്റെ GDP ഇരട്ടിയാക്കുന്നതിനും 3.1 മുതൽ 4.2 മില്യൺ ജനങ്ങളെ ആകർഷിക്കേണ്ടത് യുക്രൈന് ആവശ്യമാണ് എന്നാണ് ചെർണിഷോവ് അഭിപ്രായപ്പെട്ടത്. യുക്രൈൻ തങ്കിടാക് സെന്റർ ഫോർ ഇക്കണോമിക് സ്ട്രാറ്റജിന്റെ ഒരു പഠനത്തിൽ ഏകദേശം 5.2 മില്യൺ യുക്രൈൻ അഭയാർത്ഥികൾ വിദേശത്ത് തുടരുന്നുണ്ടെന്നും അതിൽ 60% പേർ സ്വന്തം രാജ്യത്തിന് പുറത്ത് സ്ഥിരതാമസക്കാർ ആകാൻ പദ്ധതിയിടുന്നെന്നും കണ്ടെത്തിയിരുന്നു. അതേസമയം നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നവരുടെ അനുപാതം 2022 ഡിസംബറിൽ 74% 2024 അവസാനത്തോടെ 43% കുറയുകയും ചെയ്തതാനും. 2022 മാർച്ചിലാകട്ടെ കുടിയേറ്റം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്നു. ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 2.5 മില്യൺ ആളുകൾ ആണ് രാജ്യം വിട്ടത്. കഴിഞ്ഞ വർഷം ഏകദേശം 3 ലക്ഷം ആളുകൾ യുക്രൈനിൽ നിന്നും പോയി CEC പറയുന്നുണ്ട്. സംഘർഷം അവസാനിച്ചതിന് ശേഷവും 2.7 ദശലക്ഷം വരെ യുക്രൈൻകാർ സ്ഥിരമായി വിദേശത്ത് തുടരാൻ തീരുമാനിച്ചേക്കാമെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂറോസ്റ്റാറ്റ്സ് റിപ്പോർട്ട് പ്രകാരം അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അതേസമയം യുക്രൈനിലേക്ക് നാറ്റോ സമാധാന സേനയെ വിന്യസിപ്പിക്കാനുള്ള സാധ്യത റഷ്യ പരിഗണിക്കുന്നില്ലെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഖത്തറിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏതെങ്കിലും തരത്തിലുള്ള സമാധാന പരിപാലനം എന്ന വിഷയം ചർച്ച ചെയ്തതായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപും അവകാശപ്പെട്ടിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ച ട്രംപ് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്നിടത്തോളം കാലം പുടിന് ഈ ആശയത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ ഈ വിഷയത്തിൽ റഷ്യൻ പക്ഷത്തോട് കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന് ലാവ്റോവ് പറഞ്ഞു. യുക്രൈനിലേക്ക് വിദേശ സൈന്യത്തെ വിന്യസിപ്പിക്കുക എന്ന ആശയം യൂറോപ്യന്മാർ പ്രധാനമായും ഫ്രാൻസിനും ബ്രിട്ടനും ആണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് ലാവ്റോവ് പറഞ്ഞു. സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുവാനും അത് ശാന്തമാക്കാനുമുള്ള ശ്രമങ്ങളെ തടയുവാനും അവർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യുക്രൈനുള്ള പുതിയ സൈനിക സഹായ പാക്കേജുകൾ യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ പ്രഖ്യാപിച്ചതും യുക്രൈൻ സൈന്യത്തിന് യുദ്ധം തുടരുവാനുള്ള അവരുടെ തുടർച്ചയായ പ്രോത്സാഹനവും ചൂണ്ടിക്കാട്ടി. യൂറോപ്യൻ യൂണിയൻ യുക്രൈൻ സമാധാന പ്രക്രിയയെ അട്ടിമറിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നും ലാവ്റോവ് അവകാശപ്പെട്ടു. സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് മുൻപ് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന മക്രോണിന്റെ ആവശ്യങ്ങൾ ചതിയാണെന്നും യുക്രൈനെ വീണ്ടും അപകടത്തിലാക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈനിലേക്ക് ഒരു സമാധാന സേനയെ വിന്യസിപ്പിക്കുക എന്ന ഏതൊരു ചർച്ചയും വ്യർത്ഥമാണെന്നും ഇപ്പോഴത്തെ പ്രധാന മുൻഗണന സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണെന്നും വിദേശകാര്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു. റഷ്യ ലക്ഷ്യം വെച്ചുള്ള പാശ്ചാത്യ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തേക്ക് വിന്യസിപ്പിക്കുന്നതിനായിട്ട് യുക്രൈനിലെ നാറ്റോയിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ എല്ലാം വെറുതെയാണ്. സമാധാന കരാറിന്റെ ഭാഗമായി റഷ്യ യുക്രൈനിൽ നാറ്റോ സൈനിക സ്വീകരിക്കുമെന്ന ട്രംപിന്റെ വാദത്തെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് തള്ളിയിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ കീഴിലാണെങ്കിൽ പോലും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സായുധ സേനയുടെ സാന്നിധ്യം പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. UN സുരക്ഷാ കൗൺസിലിന്റെ ഉത്തരവ് ഭാഗമായിട്ട് മാത്രമേ യുക്രൈനിലേക്ക് ഒരു വിദേശ സൈനിക വിന്യാസം റഷ്യ അംഗീകരിക്കുള്ളൂ എന്നും UN റഷ്യയുടെ പ്രതിനിധി വാസിലി നെബലിൻസ പ്രസ്താവിച്ചു.